ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ കൃഷ്ണമോളെയും കൊണ്ട് പോവാണ്. അത് കണ്ട് വൈജ ആകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അയ്യോ, കൃഷ്ണമോളെ ബാലേന്ദ്രൻ കൊണ്ടുപോയി എന്ന് രാജീവിൻ്റെ അടുത്ത് വന്നിട്ട് പറയും. അതിനിപ്പോൾ എന്താ, അവളുടെ അച്ഛനല്ലേ കൊണ്ടുപോയത്, പേടിക്കാനൊന്നുമില്ലല്ലോ എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ രോഹിത്തിൻ്റെ അടുത്ത് പറയും വൈജ ഒന്ന് ചെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രോഹിത് ആണെങ്കിൽ റോഡിൻ്റെ അവിടെ അറ്റം പോയിട്ട് അവരെല്ലാം പോയി എന്നാ തോന്നുന്നതെന്ന് പറഞ്ഞ് തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, ഇനി ബാലേന്ദ്രൻ അതിനെയും കൂട്ടിയിട്ടായിരിക്കോ വരിക? എന്തായാലും കൃഷ്ണയും കൂട്ടി പോയത് നന്നായി, നമുക്ക് വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്ന് പറയുന്നു രാജീവൻ. അതിനുശേഷം രാജീവൻ തന്നെ പറയാണ്, ഇവിടെ രോഹി, നീയും ഹരിയും കൂടെ ചെന്ന് ബൈക്കായിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങി വെച്ച് വാ എന്ന് പറയുമ്പോൾ രോഹിത് ഹരിയെയും കൂട്ടിയിട്ട് ബൈക്ക് എടുത്ത് പോവാണ്. പിന്നീട് രാജീവൻ പറയുന്നുണ്ട്, ബാലേന്ദ്രൻ അലീനയും കൊണ്ടാണ് വീട്ടിലേക്ക് കയറുന്നതെങ്കിൽ വീട്ടിലല്ല, ഗേറ്റിൻ്റെ വെളിയിൽ തന്നെ നിർത്തി സംസാരിച്ചോളണം, ബാക്കി നാട്ടുകാരായിക്കോളും എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജ പറയും, ഭാര്യയെ വീട്ടിൽ നിന്ന് ഇറക്കി വേലക്കാരിയെ ഉള്ളിൽ കയറ്റാനൊന്നും നാട്ടുകാർ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ പതുക്കെ ഓടിക്കച്ചാ, അച്ഛനിതൊന്നും പറ്റാത്തതല്ലേ, നമുക്ക് തിരിച്ചു പോവാം അച്ഛ എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് പുറത്തിറങ്ങണം, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, അച്ഛന് വയ്യാത്തതുകൊണ്ടാ എന്ന് പറയുമ്പോൾ നീ അലീനയെ പുറത്താക്കുമ്പോൾ നോക്കി നിന്നില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോൾ പറയും, ഞാനൊന്നും ചെയ്തില്ലല്ലോ അച്ഛ, നീ ഒന്നും ചെയ്തില്ല, അത് തന്നെ ഞാനും പറഞ്ഞത്. അവളെ പുറത്തിറക്കുമ്പോൾ നിനക്കൊന്ന് പറയായിരുന്നല്ലോ അച്ഛ, അവർ വന്നിട്ടുണ്ടെന്ന്, നീ അത് പറഞ്ഞിട്ടില്ല, അതിനർത്ഥം അവർക്കൊപ്പം നീയും നിന്നു എന്ന അച്ഛ എന്ന് വിഷമത്തോടെ കൃഷ്ണ വിളിക്കുന്ന സമയത്ത് അനീതിക്കെതിരെ ഒരു ചെറു വിരലും പോലും അനക്കാൻ കഴിയാത്ത നീ എന്നോട് സംസാരിക്കേണ്ടെന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് ഒരു ഭാഗത്ത് നിർത്തിയിട്ട് പറയും, നിന്നെ കുഞ്ഞനിയത്തിയെ പോലെ സംരക്ഷിച്ചവളല്ലേ അലീന എന്ന് പറയുമ്പോഴും നമ്മുടെ കൃഷ്ണമോൾക്ക് ഒന്നും പറയാനില്ല കേട്ടോ. എന്നിട്ട് ചോദിക്കും, നിനക്ക് ഇറങ്ങിപ്പോണോ? വേണ്ട അച്ഛാ എന്ന് പറയുമ്പോൾ വീണ്ടും വണ്ടി എടുത്ത് പോവാണ്. അങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ നിർത്തുകയാണേ. അവിടെ അലീന ഉണ്ടായിരിക്കും. അപ്പോൾ നേരെ ചെന്ന് ബാലേന്ദ്രൻ ചോദിക്കും, അലീന നീ വണ്ടിയിൽ കയറ്. ഇല്ല സാർ, ഞാൻ വന്നാൽ ശരിയാവില്ല, ഞാൻ വരുന്നില്ല എന്ന് പറയും. നിന്നോട് ഞാൻ പറഞ്ഞാൽ കേൾക്കണം, നിന്നെ ഇനി ബലം പ്രയോഗിച്ച് ഉള്ളിൽ കയറ്റണോ? വേണ്ട സാർ, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് റോഡ് സൈഡാണ്, ഒരു സീൻ ഉണ്ടാക്കരുത് അലീന, വേഗം വന്ന് വണ്ടിയിൽ കയറ് എന്നും പറഞ്ഞ സഞ്ചിയും ബാഗൊക്കെ എടുത്തിട്ട് ഉള്ളിൽ വെക്കണേ. അങ്ങനെ അലീനയോട് ഉള്ളിൽ കയറാൻ പറയുമ്പോൾ അലീന കയറിയിരിക്കുന്നു. അങ്ങനെ ബാലചന്ദ്രൻ വണ്ടിയെടുത്ത് പോവാണേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയാണെങ്കിൽ ടെൻഷനോടെ നിൽക്കുകയാണ്. ബബിയുണ്ട് കേട്ടോ കൂടെ. ആ സമയത്ത് രാജീവൻ ഇങ്ങനെ ഫോണിൽ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ വൈജയെ കാണുമ്പോൾ തന്നെ രാജീവൻ പറയും, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ കണ്ണും നട്ടിരിക്കുന്നത്? രാജീവട്ടെ കൃഷ്ണമോള് എന്ന് പറയും, പോയവരിങ്ങനെ തിരിച്ചു വന്നോളും, അവൾക്ക് പഠിക്കാനുള്ളതല്ലേ, സ്കൂളിൽ പോകണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വൈജ പറയുന്നുണ്ട്, എന്നോടുള്ള വാശിക്ക് ബാലേന്ദ്രൻ അവളുടെ പഠിപ്പ് വരെ മുടക്കിയേക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിക്കട്ടെ രാജീവൻ. ആ സമയത്ത് നമ്മുടെ ഹരിയും രോഹിത്തും കൂടെ തിരിച്ചു വരാണ്. അപ്പോൾ അവരെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെ പോയി നോക്കി, പക്ഷെ കണ്ടില്ല, അലീനയും കണ്ടില്ല, അങ്കിളിനെയും കണ്ടില്ല എന്ന് പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അലീന ബസ് കയറി എറണാകുളത്തിന് പോയിട്ടുണ്ടാവും, പക്ഷെ ബാലേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് നിൽക്കുവാണ് കേട്ടോ. പിന്നീട് ബാലേന്ദ്രനെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്, ഒരുപാട് ദൂരത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൃഷ്ണമോള് ചോദിക്കും, നമ്മൾ എങ്ങോട്ടാ അച്ഛായി പോകുന്നത്? വീട്ടിലേക്കല്ലേ, ഇതെന്താ ഒരു കാട് പോലെ, നമ്മൾ കുറേ ദൂരം പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. നമുക്ക് വീട്ടിലേക്ക് പോകണ്ട അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയണേ. അതിനുശേഷം കാണിക്കുന്ന മുത്തശ്ശിയാണ്. അപ്പോൾ മുത്തശ്ശിക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ബബി, എത്ര നേരമായിടി ഇപ്പോഴാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബബി പറയും, ഞങ്ങളെ ഭക്ഷണം കഴിച്ചിട്ടില്ല, പിന്നെയാ അതിന് അലീനയെ വിളിച്ചോ, അലീന എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനയൊക്കെ പോയി. അവൾ പോയെന്നോ? അവളെ ഞാൻ രാവിലെ കണ്ടതാണല്ലോ. ബാലേന്ദ്രൻ റൂം പൂട്ടിയിരിക്കുന്നതല്ലേ, അപ്പോൾ എങ്ങനെ പോവാനാ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എപ്പോഴേ തുറന്നോ എന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബബി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മനുവേട്ടൻ വന്നില്ലേ, അതിനുശേഷം രാജീവനങ്ങളും ഹരിയേട്ടനും ഇവിടെ വന്നു, എന്നിട്ട് ഹാള് മുതൽ ഗേറ്റ് വരെ വലിച്ചുകൊണ്ട് പോയി അവളെ റോഡിലേക്ക് തള്ളിയിട്ടു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ എന്താ ഈ കേൾക്കുന്നതെന്ന് ചോദിക്കാട്ടോ. ബാലേന്ദ്രൻ ഇതൊന്നും അറിഞ്ഞില്ല മോളെ എന്ന് ചോദിക്കുമ്പോൾ ഓ അച്ഛനും അറിഞ്ഞു, അച്ഛൻ അവളെ പിന്നാലെ പോയിട്ടുണ്ട് കാർ എടുത്തിട്ട്. കൃഷ്ണമോളും അതിൽ പിടച്ചു കയറി. കൃഷ്ണമോളും പോയോ? കൃഷ്ണമോളും പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവരമില്ലായിട്ടല്ലേ പിള്ളേരെ, അലീനയെ ഇവിടുന്ന് ഇറക്കി വിട്ട അവനും പിന്നാലെ പോകുന്ന നിങ്ങൾ ഓർക്കണ്ടേ, ബാലേന്ദ്രൻ അവളെ തിരിച്ചു കൊണ്ടുവന്നാൽ നിങ്ങൾ എന്തോ ചെയ്യും എന്ന് പറയുമ്പോൾ അതിന് രാജീവനങ്ങളും ഹരിയേട്ടനും രോഹിയേട്ടനും അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇങ്ങോട്ട് അവളെ കയറ്റത്തില്ല, പിന്നെ അവളുടെ തലമണ്ടക്കിട്ട് അമ്മ കുറ്റിച്ചൂല് കൊണ്ട് അടിക്കും എന്നൊക്കെ പറയുമ്പോൾ അവളെ എല്ലാം അടിക്കാൻ പറ്റത്തുള്ളൂ, നിന്റെ അച്ഛനെ അടിക്കാൻ പറ്റത്തില്ലല്ലോ.
അതിനല്ലേ രാജീവൻ അങ്കിളും ഹരിയേട്ടനും രോഹിയേട്ടനും അവിടെ തന്നെ നിൽക്കുന്നത്. എടി, നിന്റെ അച്ഛന്റെ വീടായത്, ഈ വീട്ടിൽ അതിക്രമിച്ച് കയറി വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞ് കേസ് കൊടുത്താലോ? ഓ, അതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയാൻ കേട്ടോ നമ്മുടെ ബബി. ഇതൊന്നും നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ബബിക്ക് ചൂടാവാണ്. ബബി പറയും, മുത്തശ്ശിയുടെ കരുനാക്കിട്ട് വളയ്ക്കാതെ. ഓ, നീയൊക്കെ വരുന്നത് പോലെ അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ തന്നെ കിടക്കുകയാണ് കേട്ടോ. ബബി റൂമിന് വെളിയിലേക്ക് പോവാണ്. അങ്ങനെ കൊല്ലപ്പള്ളിയിലേക്ക് വരുന്ന രാജുവിനെയും ഹരിയെയും നോക്കി നിൽക്കാൻ കേട്ടോ കമല. ഇവരെ കണ്ട സന്തോഷത്തിൽ വേഗം വരുന്നുണ്ട്. എന്തായി കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഏറ്റ കാര്യം നടത്തിയിട്ടുണ്ട്, അവളെ ഇറക്കി വിട്ടോ എന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കമല. അവളെ ഡൈനിങ് ഹാളിൽ ഇട്ട് പിടിച്ചു, സിറ്റ് ഔട്ട് വരെ വലിച്ചഴിച്ചു കൊണ്ടുപോയി, പിന്നീട് റോഡിലേക്ക് തള്ളിയിട്ടു. രോഹിത് അവളുടെ ബാഗുകളൊക്കെ പെറുക്കി റോഡിലേക്ക് വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ കമല പറയും, അവക്ക് 2 അടിയും കൂടെ വെച്ചു കൊടുക്കായിരുന്നില്ലേ? അത് പിന്നെ കമലയെടുത്തി, സ്ത്രീയല്ലേ, സ്ത്രീയെ ഉപദ്രവിച്ചാൽ അത് പ്രശ്നമാവും, പ്രത്യേകിച്ച് റോഡാണല്ലോ, എന്തായാലും അവൾ ആയുധം വെച്ച് കീഴടങ്ങി എന്ന് വേണം പറയാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കമലയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ. പോരാത്തതിന് ഇതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഇട്ടാൽ അതിന്റെ പൊല്ലാപ്പിന് പോകാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ രാജീവൻ. എന്തായാലും വൈജ അങ്ങ് രക്ഷപ്പെട്ടല്ലോ, അത് മതി എന്ന് പറയാണ് നമ്മുടെ കമല. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് കമലയെടുത്തി. ബാലേന്ദ്രൻ ഇതൊക്കെ അറിഞ്ഞപ്പോൾ കാറെടുത്ത് പോയി എന്ന് പറയണേ. അയ്യോ, അപ്പോൾ ബാലേന്ദ്രൻ അറിയാതെയാണോ നിങ്ങൾ ഇങ്ങനെ ഒരു കടുങ്കൈ നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ